ജമ്മുകശ്മീരിലെ ഭീകരാക്രമണത്തിൽ ഇന്ത്യക്ക് പിന്തുണയുമായി ലോക നേതാക്കൾ. അമേരിക്കയുടെ എല്ലാ പിന്തുണയും ഇന്ത്യക്കുണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. കശ്മീരിൽ നിന്ന് വരുന്നത് വളരെ അസ്വസ്ഥതയുളവാക്കുന്ന വാർത്തകളാണെന്നും ഭീകരവാദത്തിനെതിരെ ഇന്ത്യക്കൊപ്പം ശക്തമായി നിലകൊള്ളുമെന്നും ട്രംപ് വ്യക്തമാക്കി. ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആത്മാക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്നും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഭീകരാക്രമണത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശക്തമായി അപലപിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിളിച്ചാണ് പുടിൻ നടുക്കവും ദുഃഖവും രേഖപ്പെടുത്തിയത്. ഈ ക്രൂരകൃത്യത്തിന് ആർക്കും ഒരു ന്യായീകരണവും നൽകാനാകില്ലെന്നും ഈ ആക്രമണത്തിന്റെ സൂത്രധാരന്മാരെയും ഇത് നടത്തിയവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും അവർ കടുത്ത ശിക്ഷ അർഹിക്കുന്നുണ്ടെന്നും റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞു. എല്ലാവിധത്തിലുമുള്ള തീവ്രവാദ ശക്തികളെയും ചെറുക്കാൻ ഇന്ത്യക്ക് റഷ്യയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും പുടിൻ ഉറപ്പു നൽകി. അതിനിടെ ജമ്മുവിലെ ആക്രമണത്തിന് പിന്നാലെ രാജ്യമുണർന്നു. അമിത്ഷാ ശ്രീനഗറിലെത്തി. ഉന്നതതല സുരക്ഷാ യോഗം ചേർന്നു. പ്രധാനമന്ത്രി സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് തിരിച്ചു. അപൂർവം എന്നു തന്നെ വിലയിരുത്താവുന്ന രീതിയിൽ സൈന്യത്തിന്റെ വാർത്താക്കുറിപ്പെത്തി. രാഷ്ട്രപതിയും പ്രതിപക്ഷ പാർട്ടികളും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ആക്രമണത്തെ തള്ളിപ്പറഞ്ഞു. ലോക നേതാക്കൾ ഇന്ത്യക്കൊപ്പമെന്ന് പ്രഖ്യാപിച്ചു. പിന്നാലെ ഡൽഹിയിലും മുംബൈയിലും ഉൾപ്പെടെ സുരക്ഷ കടുപ്പിച്ചു. പഹൽഗാമിന്റെ മുക്കും മൂലയും സൈനിക ഉദ്യോഗസ്ഥർ അരിച്ചു പെറുക്കുകയാണ്. കശ്മീർ സങ്കടത്തോടൊപ്പം ഭീകരർക്കെതിരായ പ്രതിഷേധവും ഉയരുകയാണ്. 2000-ന് ശേഷം സാധാരണക്കാർക്ക് നേരെ പലവട്ടം കശ്മീരിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിലും വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ച് ഇത്തരമൊരു ആക്രമണം അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. ആക്രമണത്തിന്റെ 2ാം നാൾ ലോകം വീക്ഷിക്കുന്നത് ഇന്ത്യയുടെ തുടർ നടപടികളാണ്. ആക്രമണത്തിന്റെ ഉത്തരവാദികളെ പിടികൂടാനുള്ള നടപടികൾ എന്തെല്ലാമാകുമെന്നാണ് ലോകം വീക്ഷിക്കുന്നത്. ഭീകരർക്ക് ബൈക്കുകൾ കിട്ടിയത് എവിടെയെന്ന് അന്വേഷിക്കുന്നുണ്ട്. NIA സംഘം പഹൽഗാമിലേക്ക് പോയിട്ടുണ്ട്. ഒരു പ്രാദേശിക ഭീകരനെ തിരിച്ചറിഞ്ഞതായി റിപ്പോർട്ടുമുണ്ട്. ബിജ് ബെഹേര സ്വദേശി ആദിൽ തോക്കറാണ് തീവ്രവാദ സംഘത്തിലുള്ളതായി വിവരമുള്ളത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം TRF ഏറ്റെടുത്തിട്ടുണ്ട്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയെ ലഷ്കർ-ഇ-തോയ്ബയുടെ മറ്റൊരു സംഘമാണ് ദി റെസിസ്റ്റൻസ് ഫ്രണ്ട്. ജമ്മു കാശ്മീരിലെ ലഷ്കറിന്റെയും TRFന്റെയും ഭീകര പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ തലച്ചോറാണ് തീവ്രവാദി സൈഫുള്ള ഖാലിദ് എന്ന കസൂരി. ലഷ്കർ-ഇ-തോയ്ബ ഡെപ്യൂട്ടി ചീഫ് സൈഫുള്ള ഖാലിദിനെ സൈഫുള്ള കസൂരി എന്നും വിളിക്കുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവായ ഹാഫിസ് സയ്യിദിന്റെ വളരെ അടുത്തയാളാണ്. ഇയാളാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് എന്ന സൂചനയും പുറത്തുവരുന്നുണ്ട്. കസൂരി എപ്പോഴും ആഡംബര കാറുകളിലാണ് സഞ്ചരിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിലെ സൈനികരെ പ്രചോദിപ്പിക്കുന്നതിനായി പ്രവർത്തിക്കുന്നതിനാൽ സൈനിക ഉദ്യോഗസ്ഥർക്ക് പോലും കസൂരി പ്രിയങ്കരനാണ്. പാകിസ്ഥാനിൽ വലിയ സ്വാധീനം ഇയാൾക്കുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് 2 മാസം മുമ്പ് സൈഫുള്ള ഖാലിദ് പാകിസ്ഥാനിലെ പഞ്ചാബിലെ കങ്കൻപൂരിലെത്തിയിരുന്നു. അവിടെ പാകിസ്ഥാൻ സൈന്യത്തെ അഭിസംബോധന ചെയ്ത് ഇന്ത്യക്കെതിരെ ആഹ്വാനം നടത്തി. പ്രദേശത്തിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തിട്ടുണ്ട്. 6 ഭീകരരുടെ സംഘമാണ് ആക്രമണം നടത്തിയത് എന്നാണ് വിവരം. ഭീകരാക്രമണം നടന്ന സ്ഥലത്ത് നിന്ന് ഉപേക്ഷിച്ച ബൈക്ക് കണ്ടെത്തി. ആക്രമണം നടത്തിയവരെ വെറുതെ വിടില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. അന്വേഷണം NIA ഏറ്റെടുത്തു. വിനോദസഞ്ചാരികൾ പതിവായി എത്തുന്ന ബൈസരൻ താഴ്വരയിലാണ് ആക്രമണം നടന്നത്. മുംബൈ മോഡൽ ഭീകരാക്രമണമാണ് നടന്നത്. പാകിസ്ഥാനിൽ നിന്ന് പഹൽഗാമിലെ ആക്രമണം നിയന്ത്രിച്ചത് സൈഫുള്ള കസൂരി എന്നാണ് റിപ്പോർട്ട്. 2 തദ്ദേശീയർ ഉൾപ്പെടെ 6 ഭീകരരാണ് ആക്രമണം നടത്തിയത്. ഇവർക്കെല്ലാം പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം കിട്ടിയിരുന്നു. കശ്മീരിൽ നിന്നുള്ള 2 തദ്ദേശീയർ ആക്രമണം നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു. 2017-ൽ പരിശീലനത്തിനായി ഇവർ പാകിസ്ഥാനിലേക്ക് കടന്ന് വിദേശ ഭീകരരുടെ അവസാന ബാച്ചിനൊപ്പം ചേർന്നുവെന്നാണ് വിലയിരുത്തൽ. ഈ ഭീകരരെ പാകിസ്ഥാനിലിരുന്ന് കസൂരി നിയന്ത്രിച്ചു. ആക്രമണ പദ്ധതിയും വിശദാംശങ്ങളും എല്ലാം നൽകി. 3 വിദേശികളും 3 പ്രദേശവാസികളും ഉൾപ്പെടെ 28 പേർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. മരണസംഖ്യ സംബന്ധിച്ച് ഇനിയും ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട്. നിലവിൽ 16 പേരുടെ പട്ടികയാണ് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടുള്ളത്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ-ഇ-തോയ്ബ ഭീകര സംഘടനയുടെ നിഴൽ സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.